ഹായ് ബ്രോ, സിസ്റ്റർ, എവ്രി വൺ, വെൽക്കം ടു ഹംബിൾ അലിയൻ. ഇന്ന് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. വാഴ മൂവി ഇന്ന് റിലീസാണ്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പൂജ എൻ്റെ കൂടെ ഇല്ല, പൂജ അവളുടെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മുടെ വനിതാ വിനീത തിയേറ്ററിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ദ വൈ, ലച്ചുവും എൻ്റെ അനിയനും തിരിച്ചു പോയിട്ട്, അനിയൻ തിരിച്ച് കാനഡയിലേക്ക്, ലച്ച് ഖത്തറിലേക്കും പോയി. ആക്ച്വലി വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഫാമിലി എമർജൻസീസ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് അതിൻ്റെ ഇടയിലായിരുന്നു അവർക്ക് പോകേണ്ട ഡേറ്റ്സും. അതുകൊണ്ട് നമുക്കത് വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഓൾറെഡി ലേറ്റായി ആസ് ഓൾവേസ്. യെസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പൂജയുടെ അടുത്തേക്ക് പോകാം. മിക്കവാറും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കമാൺ. വണ്ടി ആക്ച്വലി മഴയത്തൊക്കെ ഓടിയിട്ട് കുറച്ച് പൊടിയൊക്കെ പിടിച്ചെടുക്കാം. എനിക്കിതുവരെ കഴുകാൻ പറ്റിയില്ല. നോക്കട്ടെ, നമുക്ക് ഇന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കഴുകി കുട്ടപ്പ നോക്കിയെടുക്കണം. മിക്കവാറും നമ്മൾ ചെറുതായിട്ട് ലേറ്റ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. ഇനി 3 മിനിറ്റിൽ എത്തുമെന്നാണ് മാപ്പ് പറയുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്ക്. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു, കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. ഇനിയും പടം തുടങ്ങാൻ ഒരു 3 മിനിറ്റും കൂടെ ഉണ്ട്. പൂജ ഇവിടെ എവിടെയുണ്ട്, പൂജനെ കണ്ടുപിടിക്കണം. ഇതെന്താണ് ഹണ്ട്, ഷാജി കൈലാസിൻ്റെ പടം വരാൻ പോകുന്നുണ്ടല്ലോ. പൂജ എവിടെ എന്നുള്ളത് സ്പോട്ട് ചെയ്യണമല്ലോ. കമാൺ, വി ആർ റൈറ്റ് ഓൺ ടൈം. തട്ടി വീഴാൻ പോണം. കറക്റ്റ് ടൈമിന് എത്തിയിട്ടാ. സോറി, കുറെ നേരം എത്തിയിട്ട്. ആണോ, കയറാം നമുക്കെന്നാ. കമോൺ. ദേ വാഴ സ്ക്രീൻ 3 അത് തന്നെ. അങ്ങനെ ഇന്റർവെല്ലായിരിക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ് സാധനം സോപ്പാർ. എങ്ങനെയുണ്ട് പടം? കൊള്ളാല്ലേ? കോമഡിയാണ്, അത്യാവശ്യം രസമുണ്ട്. ഹാഷർ അടിപൊളിയുണ്ടല്ലോ. ഹാഷറിൻ്റെ ഇനി വരുന്നുള്ളായിരിക്കും സെക്കൻഡ് ഹാഫിൽ. കുറച്ച് കാണിച്ച് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ നമുക്ക് പോയി ഇവിടുത്തെ ഫേവറേറ്റ് ഹായ് മച്ചാനെ, എൻജോയ്. നമുക്ക് പോയി പോപ്കോൺ മേടിക്കും. ഇവിടുത്തെ പോപ്കോൺ ആണ് ഫേവറേറ്റ്. വിച്ച് ഫ്ലേവർ യു വാണ്ട്? ചീസാണ് ഇവിടെ ഏറ്റവും അടിപൊളി. PVR പോലും കിട്ടില്ല ഇത്രയും ടേസ്റ്റുള്ള പോപ്കോൺ. ഏറ്റവും വലുത് തന്നെ മേടിക്കണം. പെട്ടെന്ന് മേടിച്ചാൽ തരാം. കാര്യം ഇവിടെ ഇന്റർവെൽ അധികം സമയമില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. കമോൺ. ഇതാണ് നമ്മൾ മേടിച്ച പോപ്കോൺ. ഇത് 250 രൂപ ഉള്ളൂ. 250 രൂപയ്ക്ക് ഇതുണ്ട്. നല്ല വലിയ ബക്കറ്റാണ്. ഇത് 100 രൂപ. PVR സ്വപ്നത്തിൽ പോലും കിട്ടില്ല നമുക്ക് ഇത്രയും. അപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൽ പൂജയുടെ കഴിച്ച് തീർന്നു കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കും വെറുതെ. അപ്പം അതാണ് നമ്മുടെ സംഭവം. പിന്നെ തിരിച്ച് അകത്തോട്ട് കയറാം. വാഴ, ലെറ്റ്സ് ഗോ. അങ്ങനെ വാഴ കണ്ടിറങ്ങി നമ്മളിപ്പോൾ സ്റ്റുഡിയോ വരെ വന്നിരിക്കുകയാണ്. പൂജയ്ക്ക് ക്യൂടെക്സ് മേടിക്കാനായിട്ട്. പടം കൊള്ളാട്ടോ, നല്ല രസമുള്ളൊരു പടം അല്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛന്മാരായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ രസം. അമ്മേനെ കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള പടം. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ആക്ച്വലി നമ്മൾ പടം കഴിഞ്ഞപ്പോഴത്തേക്കും വാഴ ടീം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഹാഷറിനെ കാണാൻ പറ്റില്ല. ബാക്കി ജോമോനും സാഫ് ബോയൊക്കെ ഉണ്ടായിരുന്നു. ഡയറക്ടർ വന്നിട്ടുണ്ടായി, വിപിൻ ചേട്ടൻ വന്നിട്ടുണ്ടായി, എൻ്റെ റൈറ്റർ. അപ്പോൾ അവരോടൊന്ന് പേഴ്സണലി കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. അറിയാലോ, ഒരു മൂവി പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ തിരക്കായിരിക്കും. അവരുടെ ചുറ്റും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിറച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ജോമോനെയും സാഫ്ബോയിനെയൊക്കെ നമുക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച് അവിടെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ സ്റ്റുഡിയോയിൽ അല്ലേ? സ്റ്റുഡിയോയിൽ വന്നിട്ട് പൂജ എന്നെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂടെക്സിൻ്റെ കളർ എവിടെ ചൂസ് ചെയ്ത് കാണിക്കും. ഇതാണ് 2 കളറ് ചൂസ് ചെയ്തത്. ഇത് 3 എടുത്താ? ഒരെണ്ണത്തിന് എത്ര രൂപ? ഇത് 79 ഉള്ളു അല്ലേ? സ്റ്റുഡിയോ കീ ജെയ്. ഇത് ഫിഷ് ജെൽ, ജെൽ ഫിനിഷ്. കളർ ഏതാ? കളർ ഗ്രീൻ ഫോറസ്റ്റ് ഗ്രീൻ.
ഫോറസ്റ്റ് ഗ്രീനും വേറെ കൊക്കോ, പിന്നെ ചുക്കോ, പ്ലാറ്റിനം. പോവാ. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കാക്കനാടുള്ള കറി ട്രെയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടില്ലല്ലോ, പൂജ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ മുന്നേ പ്രാവശ്യം വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. ആൻഡ് മോർ ഓവർ ഇത് മൾട്ടി ക്യൂസീനാണ്, നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. അത് കാരണം പിന്നെ നമുക്ക് പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേർക്ക് ഇഷ്ടമുള്ളത് മേടിക്കാമല്ലേ. കമോൺ. അങ്ങനെ കറി ട്രെയിൽ നമുക്ക്, ഞാൻ പറഞ്ഞത് ഇത് സീ ഫുഡ് കിഴി ബിരിയാണിയാണ്, പപ്പടമൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. പൂജ ചിക്കൻ ഫ്രൈ, ബട്ടർ നാൻ, ചാറ് വേണ്ട അല്ലേ. എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പൂജയ്ക്ക് ചാറൊന്നും വേണ്ട, അത് രണ്ടും മാത്രം മതി. ഇതൊന്ന് അൺബോക്സ് ചെയ്യണമല്ലോ. ഇത് എവിടെ കഴിക്കണത്? അൺബോക്സ് ചെയ്യേണ്ടത് ഇത് ഇവിടെ. ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് ഫ്ലാഗൊക്കെ ഉണ്ട് അവിടെ. എന്തോ ഹിന്ദി പാട്ടും അതിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് കൈ വേണോ? ആര് പറഞ്ഞു? അതൊക്കെ ഒരു കൈ, ഒറ്റ കൈ. ഇതെന്താ, ഇതെന്താ ഈർക്കിലാണോ സാധനം? ഇത് നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ടിങ്ങനെ പൂ വിടരുന്ന പോലെ നമ്മളിങ്ങനെ തന്നെ വിടർത്താം. ആഹാ, മനോഹരം. മിക്കവാറും ഈ പാട്ടിന് എനിക്ക് കോപ്പിറൈറ്റ് ഇട്ടോട്ടോ. സംഭവം അടിപൊളിയാണ്, കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ കറി ട്രെയിന്ന് ഫുഡും കഴിച്ച് ഇപ്പോൾ കാക്കനാട് വരെ വന്നിരിക്കുകയാണ്. പൂജക്കൊരാഗ്രഹം ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണം. കാര്യം ഞാൻ മാത്രം കഴിച്ചിട്ടൊന്നും ആയില്ല. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ നമുക്ക് നല്ല സൂപ്പർ സ്ഥലമുണ്ട് നമ്മുടെ അടുത്ത്. ഏതാണ്? ഇതേ ഇവിടെ മെക്ഡി. വീണ്ടും ത്രിവർണ്ണ പതാകയുടെ കളർ ബലൂണൊക്കെ ഒട്ടിച്ച മെക്ഡി. ഇവിടെ നിന്ന് ഇതും കൂടി കഴിച്ചാൽ വീട്ടിൽ പോവാം അല്ലേ? കഴിയൂല്ലേ അപ്പോഴത്തേക്ക്? കമോൺ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സാധനം വന്നതിൻ്റെ ആക്രാന്തത്തിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഇതേ പൂജയുടെ ഫേവറേറ്റ് സാധനം ഫ്രഞ്ച് ഫ്രൈസൊക്കെ നിരത്തിയിട്ട് കഴിയാറായി. എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചല്ലേ, അപ്പോൾ ഒരു ഭംഗിക്ക് ഒരു ബർഗറും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. കഴിയാറായി. പക്ഷെ കൊള്ളാം ഇന്നത്തെ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ. നല്ല ചൂടൊക്കെ ഉള്ള നല്ല അടിപൊളി സാധനമായിരുന്നു. ചൂടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ഇപ്പം ഇച്ചിരി ആറിയുടെ ഐസിയിലിരുന്ന്. മെക്ഡി പിന്നെ പെപ്സി ഉണ്ട് കേട്ടോ. എൻജോയ്. കഴിച്ചോ കൊള്ളാല്ലേ.